മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന 16 പേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇന്ന് പുതുതായി 80 പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിൽ 255 പേരാണ് ആകെയുള്ളത്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 50 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ്. പുതുതായി ഉൾപ്പെടുത്തിയ 80 പേരടക്കം നിലവിൽ ആകെ 255 പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 77 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 171 പേർ പ്രൈമറി കോണ്ടാക്ട് പട്ടികയിലും 84 പേർ സെക്കൻഡറി കോണ്ടാക്ട് പട്ടികയിലുമുള്ളവരാണ്. പ്രൈമറി പട്ടികയിലുള്ള 128 പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത്. മരിച്ച 24-കാരൻ പഠിച്ചിരുന്ന ബംഗളൂരുവിലെ കോളേജിൽ നിന്നുള്ള 30 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. ഇവർ ലോ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ടവരാണ്. രോഗലക്ഷണങ്ങളുമായി 6 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 21 പേർ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റായി ചികിത്സ തുടരുന്നുണ്ട്. നിപ്പ ജാഗ്രതയുടെ ഭാഗമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 ഐസൊലേഷൻ മുറികളും 6 ICU ബെഡുകളും 6 വെന്റിലേറ്ററുകളും തയ്യാറാക്കിയിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ശക്തമായ മാനസിക പിന്തുണയാണ് നൽകി വരുന്നത്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി തിരുവാലി ബ്ലോക്ക് HFCയിലും മമ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും ജനപ്രതിനിധികളുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ ചേർന്നിരുന്നു. ഫീൽഡ് സർവേയുടെ ഭാഗമായി മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ 1576 വീടുകളിലും വണ്ടൂരിലെ 1711 വീടുകളിലും തിരുവാലിയിലെ 1694 വീടുകളിലുമടക്കം ആകെ 4981 വീടുകളിൽ സർവേ നടത്തി. 146 ടീമുകളായാണ് സർവേ നടത്തിയത്. ന്യൂസ് ഡെസ്ക് PTV കേരള.